നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഒന്നൂന്നി ഈന്തമ്പള്ളി പാറമേക്കാവ് ശ്രീ അന്നപൂർണേശ്വരി ശ്രീ ഭദ്രാദേവി ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാദിന മഹോത്സവവും ക്ഷേത്ര സമർപ്പണ ചടങ്ങുമാണ് ഈ മാസം 25-ാം തീയതി രാവിലെ 11 മണിയോടുകൂടി കലശവും പ്രതിഷ്ഠാദിന മഹോത്സവത്തിൻ്റെ ചടങ്ങുകളും നടക്കും. ശേഷം 12 മണിക്ക് ക്ഷേത്ര സമർപ്പണ ചടങ്ങാണ് നടക്കുന്നത്. അത് ഈ നാടിനായി സമർപ്പിക്കുകയാണ്. ഈ വാർത്താ സമ്മേളനത്തിൽ തിരുവുത്സവത്തിൻ്റെ ജനറൽ കൺവീനർ ശ്രീ പ്രസന്നൻ ചെലപ്പംകുന്നേൽ, ക്ഷേത്രത്തിൻ്റെ മുൻ പ്രസിഡന്റ്, പുനഃപ്രതിഷ്ഠയുടെ സമയത്തെ ആദ്യത്തെ പ്രസിഡന്റ് ശ്രീ മധു കാരക്കൊമ്പിൽ, തിരുവുത്സവത്തിൻ്റെ കൺവീനർ ജോയിൻറ്റ് കൺവീനർ ശ്രീ വിനോദ് CS, ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് ചെയ്ത ജോലിയുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങളാൽ ഇതിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല ബഹുമാന്യനായ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ബിനു വടക്കേക്കര. ഒന്നൂന്നി പാറമേക്കാവിനെ സംബന്ധിച്ചിടത്തോളം കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് പാറമേക്കാവ്. കോട്ടയം ജില്ലയിലെ തന്നെ അന്നപൂർണേശ്വരി ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളതും പ്രകൃതി ഭംഗി കൊണ്ടും ഐശ്വര്യവും ഐതിഹ്യവും ചരിത്രവും കൊണ്ടും ഏറ്റവും പ്രാധാന്യമേറിയ ഒരു ക്ഷേത്രമാണ് പാറമേക്കാവ് ക്ഷേത്രം. ഒരിക്കലെങ്കിലും ആ ക്ഷേത്രം സന്ദർശിച്ച ഒരു ഭക്തൻ എന്ന നിലയ്ക്ക് ആർക്കും ആ ക്ഷേത്രത്തെ മറക്കാനാവാത്ത ഒരു ഓർമ്മയായിരിക്കും ആ ക്ഷേത്രം. അവിടെ ആദ്യമായിട്ടെത്തുന്ന ഒരു ഭക്തൻ അവൻ്റെ രണ്ടാമതൊരു വാക്കുച്ചരിക്കുന്നത് ഭാവിയിലെ പളനി എന്ന നിലയിലേക്ക് ഈ ക്ഷേത്രം ഉയർന്നു വരും എന്നതാണ്. ഞങ്ങളുടെ വ്യക്തിപരമായ അനുഭവങ്ങൾ കൊണ്ട് പോലും ഓർത്താൽ ഒപ്പമുണ്ടാകുന്ന അമ്മ എന്ന് പറയേണ്ടി വരും. നമ്മളൊരു കാര്യം, എന്ത് കാര്യമാണെങ്കിലും അത്രയും ഭക്തിപരമായിട്ട്, അത്രയും ചൈതന്യനിറമായിട്ട് കൂടെ നിൽക്കുന്ന ഒരു മഹത് ക്ഷേത്ര ചൈതന്യമാണ് പാറമേക്കാവ്. ആ ക്ഷേത്ര ചൈതന്യം ഈ നാടിനായി സമർപ്പിക്കപ്പെടുമ്പോൾ ഈ നാടിൻ്റെയും ആ നാട്ടുകാരുടെയും ആ നാടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ വ്യക്തികളുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും നന്മയ്ക്കുമായി ആ ക്ഷേത്രം ഈ നാടിനായി സമർപ്പിക്കപ്പെടുകയാണ് ഈ 25-ാം തീയതി. ഒരു നാടിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനും ഏറെ നിദാനമാണ് ആ നാട്ടിലെ ദേവാലയങ്ങളുടെ വളർച്ചയും ഐശ്വര്യവും ക്ഷേമവും എല്ലാം. അതുകൊണ്ട് തന്നെ ഈ നാടിലെ വളരെ സമുന്നതരായ ആൾക്കാരുടെ, ഭക്തരുടെ ഒട്ടനവധി പ്രയത്നത്തിൻ്റെ ഫലമാണ് ആ ക്ഷേത്രം ഇന്ന് നാം കാണുന്ന രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞത്. അതിനൊട്ടനവധി ആൾക്കാർക്ക് നമുക്ക് നന്ദി പറയേണ്ടതും ഒരു ഉപകാര സമർപ്പണം നടത്തേണ്ടതുമുണ്ട്. ബഹുമാന്യനായ പൂഞ്ഞാറിൻ്റെ MLA ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ 12 മണിയോടുകൂടി ആരംഭിക്കുന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ഈന്തപ്പള്ളി പാറമേക്കാവ് ശ്രീ അന്നപൂർണേശ്വരി ശ്രീ ഭദ്രാദേവി ക്ഷേത്രം ഈ നാടിനായി സമർപ്പിക്കും. ആ സാംസ്കാരിക സമ്മേളനത്തിൽ ബഹുമാന്യയായ കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, മുണ്ടക്കയം ഡിവിഷൻ്റെ മെമ്പർ കൂടിയായ ശ്രീ PR അനുപമ മുഖ്യപ്രഭാഷണം നടത്തും. ക്ഷേത്രത്തിൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ ബിനു വടക്കേക്കര ആ യോഗത്തിന് അധ്യക്ഷത വഹിക്കും. ഏറെ ബഹുമാന്യയായ കാര്യദർശിയായ ശ്രീ രമണി ഗോപാലകൃഷ്ണൻ കാരമുള്ളിൽ ആ സമ്മേളനത്തിന് ഭദ്രദീപം തെളിയിച്ച് ആ സമ്മേളനം തുടങ്ങും. ബഹുമാന്യനായ കൊച്ചി ഇൻകം ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീ ജ്യോതിഷ് മോഹൻ IRS ആ യോഗത്തിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുകയും ബഹുമാന്യ വ്യക്തികളെ, സുമനസ്സുകളായ ആ ക്ഷേത്രത്തിന് ഒരുപാട് സമർപ്പണങ്ങൾ നടത്തിയ മഹത് വ്യക്തികളെ ആദരിക്കുകയും ചെയ്യും. ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ബഹുമാന്യനായ മെമ്പർ ശ്രീ മനോജ് B. നായർ, മീനച്ചിൽ SNDP യൂണിയൻ്റെ ബഹുമാന്യനായ കൺവീനർ ശ്രീ ഉല്ലാസ് MR മദ്യത്ത്, പൂഞ്ഞാർ
ഈരാറ്റുപേട്ട ബ്ലോക്കിന്റെ പൂഞ്ഞാർ ഡിവിഷൻ മെമ്പർ ശ്രീ അക്ഷയ് ഹരി, കൂട്ടിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബിജോയ് ജോസ്, ബഹുമാന്യനായ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സജി, പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിന്റെ മെമ്പർമാരായ ശ്രീ മീന മധുമോൻ, ശ്രീമതി മീന മധുമോൻ, ശ്രീമതി മിനി ബിജു, ശ്രീമതി നിഷ സാനു, ശ്രീ അനിൽകുമാർ മഞ്ഞപ്ലാക്കൽ, ഒട്ടനവധി സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രധാനികൾ ആ യോഗത്തിൽ പങ്കെടുക്കും. ഈ നാടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ ആരാധനാലയങ്ങളുടെയും പ്രതിനിധികൾ ആ യോഗത്തിന് ആശംസകൾ അർപ്പിച്ച് ആ വേദിയിൽ എത്തിച്ചേരും. പാറമേക്കാവ് ക്ഷേത്രം, ശ്രീ അന്നപൂർണേശ്വരിയുടെയും ശ്രീ ഭദ്രാദേവിയുടെയും ക്ഷേത്രം ഈ നാടിനായി സമർപ്പിക്കപ്പെടുമ്പോൾ ഈ നാടിലുള്ളവരുടെ ക്ഷേത്രത്തിനുണ്ടായ വളർച്ച നോക്കി നിൽക്കുമുണ്ടായ വളർച്ച പോലെ ഈ നാടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സർവോന്മുഖമായ വളർച്ചയ്ക്ക് നിദാനമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.